ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കിച്ചു ഇട്ടൊരു വീഡിയോ. അത് ഏകദേശം ഒരു സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ആണ്. പക്ഷെ കണ്ടിരുന്നത് ഏകദേശം 7 ലക്ഷം 8 ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോ. അത്രയും വൈറലായ ഒരു വീഡിയോ. രേണു സുധയെ കാണാൻ പോകുന്ന കിച്ചുവിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. എന്താ പറയുക, എല്ലാവരുടെയും എന്താ പറയുക പരാതി അങ്ങ് തീരട്ടെ, കാണാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. പക്ഷെ കിച്ചുവിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് വേണ്ടിയിട്ട് നീ കാണാൻ പോണ്ട, മനസ്സാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കുക, എന്നിട്ട് പോയിട്ട് കാണാം. ഒന്നുമില്ലെങ്കിലും നിന്റെ പെറ്റമ്മ അല്ലെങ്കിൽ പോറ്റമ്മയല്ലേ, ഒരു 11 വയസ്സ് മുതൽ നിന്നെ നോക്കി വളർത്തിയ ഒരു അമ്മയല്ലേ. അതൊക്കെ പോട്ടെ, ഒരു മാനുഷിക പരിഗണന അത് കൊടുക്കാലോ. നീ ഇപ്പം ഈ പറഞ്ഞതില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതിലും വല്ല നീ പോവാണ്ടിരിക്കുന്ന ഗൈസ്, അല്ല സോറി കിച്ചു. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന വരണം. ഇത് ചെറിയ നിസ്സാരമായൊരു രോഗമല്ല ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി, മനസ്സിലായില്ലേ? അത് അവരവർക്ക് പിടിപെടുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു സ്ത്രീ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പടാപ്പാട് പെട്ടത്. സ്വന്തം വീട് പോലും ഇല്ലാണ്ട് ഒരാളൊരു വീട് ദാനം ചെയ്തത് പോലും ഒരു മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ നിങ്ങൾക്കും എന്താ പറയുക, രേണുവിൻ്റെ അച്ഛനമ്മക്കും വേണ്ടിയിട്ടല്ലേ. ഒരു ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലേ. എന്നിട്ടും ആ ഒരു സ്ത്രീനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ, രോഗം വന്നിട്ട് പോലും ഓരോ മനുഷ്യർ, മനസ്സാക്ഷി ഇല്ലാത്ത മനുഷ്യർ ചുമ്മാ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിയെ. എന്തിനാണ്? നമുക്കും നാളെ ഇതുപോലുള്ള രോഗങ്ങൾ വന്നാൽ നാളെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു സ്ഥലത്ത് ജനിച്ചവർക്ക് എന്തായാലും മരിക്കും. പക്ഷെ അതിങ്ങനെ നരകിച്ച് ജീവിക്കുന്ന രീതിയിലാവരുത് ആരും. ദൈവം അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഇതുപോലെ രോഗം ആർക്കും തരാതിരിക്കട്ടെ. കിച്ചു എന്തായാലും പോയി കാണാം. എന്താ പറയുക, രേണുസുദിനോട് എന്താ പറയുക സംസാരിക്കുക, മനസ്സോർന്ന് സംസാരിക്കുക, രണ്ടാളും സംസാരിക്കുക. എന്താ പറയുക, കുടുംബ ബന്ധം ദൃഢമാക്കുക. അതേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കിച്ചു പറഞ്ഞ ആ ഒരു വീഡിയോ അതും നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത്രയൊന്നും വേണ്ടെന്നാണ് കിച്ചുവിന് എനിക്ക് പറയാനുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ. രേണുവിന് അസുഖം ഭേദമാവട്ടെ. ചെറിയൊരു മോനില്ലേ ഒന്നുമില്ലെങ്കിലും. കിച്ചു കുറച്ചിപ്പോൾ എന്താ പറയുക, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതാവാത്തൊരു മോനെ കൂടെയുണ്ട്. അമ്മയില്ലാതെ അച്ഛനോ ഇല്ല, അപ്പോൾ അമ്മയും കൂടി ഇല്ലാണ്ട് വളരേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ. എൻ്റെ വീഡിയോ ഇത്രയുള്ള നെക്സ്റ്റ് വീഡിയോ കണ്ടത്. ബൈ.